ഈ സ്ക്രിപ്റ്റ് വായിച്ചപ്പോഴും വളരെ നല്ല സുഹൃത്തായിട്ട് തന്നെ തോന്നിയത്. കാര്യം ഇയാൾക്ക് ഇത്രയും വലിയ സിറ്റുവേഷൻ ഉണ്ടാകുമ്പോഴും ഇയാളുടെ കൂടെ തന്നെ ഞാനും കൂടെ ഉണ്ടെന്നുള്ള രീതിയിൽ ഇയാൾ കൂടെ നിൽക്കുന്ന ഒരു സ്ട്രോങ് ആയിട്ട് കൂട്ടുകാരനാണ് ആഗ്രഹം. പ്രേക്ഷകർ ഈ കൂട്ടുകാരനെ മാതൃകയാക്കട്ടെ. അല്ലെ, എല്ലാവർക്കും ഇങ്ങനത്തെ ഒരു സുഹൃത്തുണ്ടാവണം നല്ലതായിരിക്കും. അതെ അതെ. അവിടെ എന്തുകൊണ്ട് അതെ അതെ എന്ന് പറയല് രണ്ടർത്ഥമുണ്ടോ? പോലീസുകാർക്കൊന്നും അത്ര ഇഷ്ടപ്പെടില്ല. പോലീസുകാരെ അന്വേഷണത്തിൽ വരുമ്പോൾ വഴി എത്തിക്കുന്നുണ്ടെന്ന് മനസ്സിലായി. അതാണ് അതെ അതെ എന്ന് പറയുന്നത്. കുറച്ച് ബുദ്ധിമുട്ടിച്ചു അന്വേഷണത്തിൽ. അതാണ് അതെ അതെ എന്ന് പറഞ്ഞത്. ഒഴിഞ്ഞു പോ. അതിനുവേണ്ടി നമുക്ക് കൂടാത്രത്തിന്റെ സമയം കൂടാത്രം വേണ്ടി ചെയ്തേക്കാം. രാഷ്ട്രീയക്കാർക്ക് കൂടാത്രമുള്ള സമയമാണ്. ആ കൂടാത്രം കൂടെ കൊണ്ട് വേണ്ടി വെക്കാം. ഇറങ്ങി പോകാൻ ആ കഥാപാത്രം അങ്ങനെയാണോ? വേണ്ടല്ലോ അല്ലേ? ഷിജു ഇപ്പം എനിക്കറിയാം, ഷിജുവിനെ കുറേ സിനിമകൾ ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിലും ഒരു സിനിമയ്ക്ക് ഒരു നായകനെന്ന പരിവേഷം കിട്ടി വിനീത് സാറ് കൊണ്ടുവന്നു. ആ സമയത്തൊക്കെ എനിക്കറിയാം ഒത്തിരി വിവാദങ്ങൾ ഉണ്ടാവുകയും പിന്നീട് വിനീത് സാർ ഈയിടയ്ക്ക് വരെ പല കാര്യങ്ങളും തുറന്നു പറയുകയും ചെയ്തിട്ടുണ്ട്, പല മീറ്റിങ്ങുകളുമുണ്ട്. ഷിജുവിനെ സംബന്ധിച്ചുള്ള അത്തരം വിവാദങ്ങൾ കേൾക്കുമ്പോൾ എന്താണ് പുച്ഛമായിട്ടല്ലേ തോന്നുന്നുള്ളൂ? പുച്ഛമല്ല, ഞാൻ അങ്ങനത്തെ കാര്യങ്ങളിൽ ഇടപെടാറില്ല. കാരണം ഞാൻ ഫോക്കസ് ചെയ്യുന്ന ഇപ്പോൾ സിനിമയിൽ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അതിൽ മെയിനായിട്ട് ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് ബാക്കി കാര്യങ്ങൾ വലിയ വലിയ കാര്യങ്ങളിലേക്ക് പോകാനായിട്ടുള്ള താല്പര്യമില്ലെന്നല്ല, വെറുതെ നമ്മൾ അനാവശ്യമായിട്ട് ചിലപ്പോൾ എന്നെ സ്ട്രെസ്ഡ് ആക്കി അങ്ങനത്തെ പരിപാടികളിലേക്ക് പോകാൻ എനിക്ക് താല്പര്യമില്ല. അതുകൊണ്ട് തന്നെ ഞാൻ സിനിമകളിലും കഥാപാത്രങ്ങളിലും ആ കാര്യങ്ങളിലും വേണ്ടിയിട്ട് കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നു. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളിൽ ഇടപെടാതെ തന്നെ നിൽക്കുന്നു. അതായിരിക്കും. കാരണം ഞാൻ ആ സിനിമയിൽ നിന്ന് ആഗ്രഹിച്ചിരുന്ന കാര്യം എനിക്ക് കിട്ടിയിട്ടുണ്ട്, അക്സെപ്റ്റൻസ് കിട്ടിയിട്ടുണ്ട്. അല്ലെങ്കിൽ ആ ഒരു സിനിമ 19ാം നൂറ്റാണ്ടെന്ന് പറയുന്ന സിനിമ എനിക്ക് എക്കാലത്തും സൂക്ഷിച്ചു വയ്ക്കാൻ പറ്റുന്നൊരു സിനിമയാണ്. അല്ലെങ്കിൽ ഞാൻ ഈ ഒരു ലിവിങ് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു റിയൽ ലൈഫ് ക്യാരക്ടറിന് തിരശ്ശീലയിൽ ജീവൻ കൊടുക്കാനായിട്ട് എനിക്ക് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അതിലും വലുതല്ല ഇതൊന്നും. പിന്നെ ഓഡിയൻസ് കണ്ടിട്ട് അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ കണ്ടു കഴിഞ്ഞിട്ട് കൊള്ളായിരുന്നു, അല്ലെങ്കിൽ ആ സിനിമയിൽ നന്നായിരുന്നു, അല്ലെങ്കിൽ ആറാട്ടുപുഴ വേലായുധ പണിക്കർ എന്ന് പറയുന്ന കഥാപാത്രം നന്നായി ചെയ്തു എന്ന് പറയുന്നതിനേക്കാൾ കൂടുതലും വേറെ ഒന്നുമില്ലെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നമ്മൾ ആ പോസിറ്റീവ് മൈൻഡ് തന്നെ എടുക്കുന്നതാണ്. ഞാൻ അങ്ങനെ തന്നെയാണ് എടുക്കുന്നത്. കാരണം ഇപ്പോൾ ഈവൻ ഒരു സിനിമ ഫെയിലിയർ ആയിക്കഴിഞ്ഞാലും ഞാൻ വിചാരിക്കുന്ന അതിനെന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്, അല്ലെങ്കിൽ ആ സിനിമയ്ക്ക് പ്രശ്നങ്ങൾ ഞാൻ ഇറങ്ങിയ സമയം ഇതെല്ലാം ബാധകമാണ്. ഇപ്പോൾ ഈ സിനിമയിൽ പറയുന്ന പോലെ തന്നെയാണ്. അതായത് ചിലപ്പോൾ ആ സിനിമ ഇന്ന ടൈമിൽ ഇറങ്ങിയിരുന്നെങ്കിൽ ചിലപ്പോൾ ഭയങ്കര സക്സസ് ആയിരുന്നു നമുക്ക് തോന്നും. അതുപോലെ തന്നെയാണ് ഈ സിനിമയിലും ഈ പറയുന്ന പോലെ ഒരു മിനിറ്റ് മുമ്പ് അവിടെ എത്തപ്പെടാൻ പറ്റിയിരുന്നെങ്കിൽ ചിലപ്പോൾ ജീവിതം വേറെ രീതിയിൽ മാറിയാണ്. അപ്പോൾ അത് നമുക്ക് പലപ്പോഴും തോന്നുന്ന കാര്യങ്ങളാണ്. അപ്പോൾ പലരും ചിന്തിച്ചേക്കുന്നതായിരിക്കും. നമ്മുടെ നോർമൽ ലൈഫിൽ തന്നെ സാധാരണക്കാരായ എല്ലാവരും നമ്മൾ ഇപ്പോൾ ടൈമിൽ അവിടെ കറക്റ്റ് എത്താൻ പറ്റിയിരുന്നെങ്കിൽ ചിലപ്പോൾ ബാങ്ക് ലോൺ, അല്ലെങ്കിൽ സിമ്പിളായിട്ടൊരു എക്സാമ്പിൾ പറയും, ബാങ്ക് ലോൺ ചിലപ്പോൾ ഇയാളുടെ മാനേജറിൻ്റെ സൈൻ കിട്ടിയാൽ മതിയാവും. നമ്മൾ ലേറ്റ് ആയതുകൊണ്ട് ചിലപ്പോൾ അത് മിസ്സായിട്ടുണ്ടാവും, വേറെ ദിവസത്തേക്ക് മാറി, അല്ലെങ്കിൽ ഇന്ന ടൈമിൽ അത് നമുക്ക് കൊടുക്കേണ്ട ആവശ്യമുണ്ടാവും. ഇതൊക്കെ ആൾക്കാർ ചിന്തിക്കുന്നുണ്ടാവും. അതുപോലെ തന്നെ ഒരു സാധാരണക്കാരനായിട്ടുള്ള ഒരാളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഒരു നിമിഷം മാറിയതുകൊണ്ട് സംഭവിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് ഈ സിനിമയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ജീവിതത്തിൽ ഒത്തിരി പ്രശ്നങ്ങൾ, നമ്മളെല്ലാവരും പ്രശ്നങ്ങൾ നേരിടും. ഒന്ന് കൈപിടിച്ച് ഉയർത്തിയ ഒരാളുടെ പേര് പറഞ്ഞാൽ ആരുടെ പേര് ശിശുവിന് പറയാൻ പറ്റും? ഒരുപാട് പേരുണ്ട്. ഒരാളുടെ പേര് നമുക്കങ്ങനെ പറയാൻ പറ്റില്ല. ഇപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ എന്ന് പറയുന്ന സിനിമയുടെ, അല്ലെങ്കിൽ സിനിമ എന്ന് പറയുന്ന മേഖലയിലേക്ക് കയറാനുള്ള ആഗ്രഹം ഞാൻ അൽഫോൺസിൻ്റെ അടുത്താണ് പറയുന്നത്. അൽഫോൺസ് തന്നെ അവിടെ ഡീമോട്ടിവേറ്റ് ചെയ്തിരുന്നെങ്കിൽ ചിലപ്പോൾ ഇപ്പോൾ ഇവിടെ എത്തില്ലായിരുന്നു, ഒന്നും പറയാൻ പറ്റില്ല. അപ്പോൾ അത് മോട്ടിവേറ്റ് ചെയ്യാനായിട്ടൊരു സുഹൃത്തുണ്ടായിരുന്നു, അതൊരു ഫാക്ടറാണ്. അതുപോലെ തന്നെ നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ, നമ്മൾ വളർന്നു വന്ന ജീവിത സാഹചര്യങ്ങളും ഇതെല്ലാം ഡിപ്പെൻഡൻ്റാണ്. പിന്നെ ഒരാളെന്ന് നമുക്ക് പറയാൻ പറ്റില്ല, എല്ലാവരും വരും. ഈവൻ വിനയൻ സാർ വരെ ലാസ്റ്റ് ഇതിൽ വരുമ്പോൾ വിനയൻ സാർ വരും. അത്രയും വലിയൊരു സിനിമ എൻ്റെ ഷോൾഡർ ചെയ്യാനായിട്ട് എന്നെ ഏൽപ്പിക്കുക, ആ ഒരു കോൺഫിഡൻസ് സാറിന് വരിക എന്ന് പറയുമ്പോൾ അതും ഒരു ഫാക്ടറാണ്. അപ്പോൾ ആ ഒരു സിനിമ കൊണ്ട് എനിക്ക് ഭയങ്കര അക്സെപ്റ്റൻസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. എനിക്കൊരു നായക നടൻ എന്നുള്ള രീതിയിലേക്ക് ഒരു അക്സെപ്റ്റൻസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും ഉണ്ട്. ഓരോ സിനിമകളും ആദ്യ സിനിമ വിനീതിൻ്റെ അതുപോലെ തന്നെ എൻ്റെ ആദ്യ സിനിമയാണ് മലർവാടി ഡാൻസ് ക്ലബ്ബ്. ആ ഒരു സിനിമ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ആ ഓഡിഷൻ പങ്കെടുത്ത് അൽഫോൺസ് പങ്കെടുത്ത് പറയുന്നത്. അപ്പോൾ ആ ഓഡിഷനിൽ പങ്കെടുത്ത് ആ സിനിമയിൽ അഭിനയിക്കാൻ സാധിച്ചു. ഫസ്റ്റ് അറ്റംപ്റ്റാണ്, അതിൽ തന്നെ അഭിനയിക്കാൻ സാധിച്ചു. അപ്പോൾ നമ്മുടെ കോൺഫിഡൻസ് ബിൽഡ് ആവുമല്ലോ. അപ്പോൾ എല്ലാവരും ഇമ്പോർട്ടൻ്റ് ഉണ്ട്, ഓരോ സിനിമ ചെയ്ത ആൾക്കാരും ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ നമ്മുടെ ലൈഫിലും
ഒരുപാട് ആൾക്കാരുണ്ട്. ഫാമിലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫാദർമാർ ഇവരെല്ലാവരും വരും. എല്ലാവരും ഇമ്പോർട്ടൻ്റ് ആണ്. തീർച്ചയായിട്ടും അങ്ങനെയാണല്ലോ നമുക്ക് വേണ്ടത്. ഒരാളെ മാത്രമായിട്ട് എല്ലാവരും നമ്മളെ കൂട്ടിപ്പിടിച്ചവരാണല്ലോ. അതെ നമ്മളെ ചേർത്ത് പിടിക്കാൻ ആളുണ്ടെങ്കിൽ നമുക്ക് ചേർന്ന് നയിക്കാൻ എന്തും ഇഷ്ടമായിരിക്കും. അതാണല്ലോ, ചേർത്ത് പിടിക്കാൻ ആൾ വേണം, എന്നാലേ ചേർന്ന് നയിക്കാൻ പറ്റുള്ളൂ എന്ന കാര്യത്തിൽ സംശയമില്ല. ഇതിലെ കഥാപാത്രത്തിന്റെ പേര് അജയ് മഹേശ്വരി എന്നാണ്. അജയ് മഹേശ്വരി എന്നാണ്. മഹേശ്വരി ഇതെല്ലാവർക്കും ഇങ്ങനത്തെ പേരുകളല്ലോ. ഡിഫറെൻ്റ് ആയിട്ടുള്ള പേരുകൾ സംവിധായകന്റെ കയ്യിലാണ്. തിരക്കഥാകൃത്തും സംവിധായകനൊക്കെ ആയിട്ട് തീരുമാനിച്ച പേരുകളാണ്. അജയ് മഹേശ്വരി എന്നാണ്. മഹേശ്വരി എന്ന് പറഞ്ഞാൽ അമ്മയുടെ പേരാണ്. അമ്മയാണ് വളർത്തിയേക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അമ്മയുടെ പേര് ഇട്ടിട്ട് അമ്മപ്പുള്ള എന്നുള്ള രീതിയിലാണ് ട്രീറ്റ് ചെയ്തേക്കുന്നത്. അതാണ് കഥാപാത്രം. പിന്നെ നേഴ്സായിട്ടാണ്, നേഴ്സിൻ്റെ കഥാപാത്രമാണ്. ഞാൻ പഠിച്ചത് നേഴ്സിംഗ് ആണ്. പക്ഷെ സിനിമയിലധികം ആ ഒരു ഏരിയയിലേക്ക് കവർ ചെയ്യുന്നില്ല. അദ്ദേഹം നേഴ്സാണെന്നുള്ള സംഭവങ്ങളൊക്കെയാണ് പോകുന്നത്. കഥ വേറെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇയാളുടെ ലൈഫിലൊരു ഇൻസിഡൻറ്റ് കൊണ്ടുണ്ടാവുന്ന മാറ്റങ്ങളും കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞു പോകുന്നത് അല്ലേ. ഈ പേര് നമുക്ക് ഈ പുഷ്പവിമാനം നമുക്ക് കമലഹാസന്റെ സിനിമയാണ് നമ്മുടെ ഓടിയെത്തുന്നത്. ഈ പേര് വന്നപ്പോൾ എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടായത്? നമുക്ക് ഞാൻ ഉല്ലാസിൻ്റെ അടുത്ത് ചോദിച്ചിരുന്നു, പ്രൊഡ്യൂസർ പേര് നിശ്ചയം ഒരു പ്രശ്നം ഉണ്ടായില്ല എന്ന് തന്നെ പറഞ്ഞു. അങ്ങനെ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടായിരുന്നു ബാലുവിന്? അല്ല, നമുക്ക് ഈ സിനിമയായിട്ട് ശരിക്കും ഒരു പുരാണ പേര് എന്നുള്ള രീതിയിലൊരു സംഭവമൊക്കെ ഒരു ടോക്ക് ഉണ്ടായിരുന്നു. പക്ഷേ സിനിമ കണ്ടു കഴിയുമ്പോൾ ആൾക്കാർക്ക് കുറേ കൂടി കണക്റ്റ് ആവും തോന്നുന്നു പേര്. പറഞ്ഞു വരുമ്പോൾ ഒരു പുരാണ കഥാപാത്രം വരെ ചിലപ്പോൾ പടത്തിൽ വന്നു പോകുന്നുണ്ട്. അപ്പോൾ വന്നു പോകുന്നുണ്ട്. അപ്പോൾ അതെല്ലാം കൂടി കൂട്ടി വായിക്കുമ്പോൾ നമ്മുടെ പേര് പടത്തിന് ഓക്കെ ഒരു പേരായിട്ടാണ് തോന്നുന്നത്. പിന്നെ കമലഹാസൻ സാറിന്റെ ഇതുള്ള പടങ്ങളൊക്കെ സൂപ്പർ ഹിറ്റ് ആവുന്നുണ്ട്. അതിലെ പാട്ടാണല്ലോ മഞ്ഞുമൽ ബോയ്സില്. അതുപോലെ കമൽ സാറിനൊക്കെ പോയി കണ്ടിട്ടൊന്നുമില്ല. നേരിട്ട് പോയി കണ്ടല്ലോ. നാളെ വരുന്നുണ്ട് അങ്ങനെയെങ്കിലും എനിക്കും കാണാൻ പറ്റുന്നുണ്ട്. എന്റെ പിള്ളേരെ കണ്ടാ അല്ല, ഈ ഒരു പേര് എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നുണ്ട്. ഇപ്പൊ പേര് ഭയങ്കര ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. ഇപ്പോൾ പുഷ്പവിമാനം എന്ന് പറയുമ്പോൾ ഒരു എന്താ പറയുക, ഒരു വെഹിക്കിൾ അത് വരാം. അതുപോലെ തന്നെ ട്രാവൽ, ഇതൊക്കെ വരാം. അതായത് ഇയാളുടെ ട്രാവലുണ്ട്, പിന്നെ കുറേ ഓട്ടങ്ങളും പരിപാടികളൊക്കെ ഉണ്ട്. അപ്പം ഇതെല്ലാം റിലേറ്റ് ചെയ്ത് കണക്ട് ചെയ്ത് വരുന്ന ഇതാണ്. പിന്നെ ഇതിലൊരു സ്ട്രേഞ്ചർ ക്യാരക്ടർ ചെയ്യുന്നുണ്ട്. അപ്പം അയാളുമായിട്ട് കണക്ടറാണ് ഈ പേര്. ഇതെല്ലാം ലിങ്ക് ചെയ്തിട്ടാണ് ഇങ്ങനെ ഒരു പേരിലേക്ക് എത്തിയത്. സിനിമ കാണുമ്പോൾ മനസ്സിലാവും. തീർച്ചയായിട്ടും സിനിമ കണ്ട് തന്നെ നമ്മൾ ഈ പേര് എത്രമാത്രം ചേർന്നാണെന്ന് നമുക്ക് തീരുമാനിക്കാവുന്നതാണ്. ബാലു, ഇപ്പം പുതിയ പടങ്ങൾ ഇപ്പോൾ പ്രിൻസസ് സ്ട്രീറ്റ് ഇറങ്ങാനുണ്ട്, ഇതുണ്ട്. പിന്നെ ഞാനും അർജുനും അനശ്വരയും കൂടി ചെയ്തൊരു പടമുണ്ട്. അത് മൂന്നാണ് ഇപ്പം ഇറങ്ങാനുള്ളത്. പിന്നെ പുതിയത് ഷൂട്ട് തുടങ്ങാൻ വേണ്ടി പോകുന്നു. 20th ദിലീപേൻ്റെ കൂടെ ഒരു പടം, ബബ്ബ എന്നാണ് സിനിമയുടെ പേര്. വിനീതന്റെ അസോസിയേറ്റ് ഡയറക്ട് ചെയ്യുന്ന പടം. നൂറിനൊക്കെ അതെ സ്ക്രിപ്റ്റ് ധനഞ്ജയ് ഡയറക്ടർ. അതെ അതെ അതെ. ആ സിനിമയാണ് ഇനി ഷൂട്ട് തുടങ്ങാൻ പോകുന്നത് അല്ലേ. ഇനിയിപ്പോൾ ഒരു ഒത്തിരി കഥാപാത്രങ്ങൾ പല രീതിക്കാണ് ചെയ്യുന്നത്. നമ്മുടെ ഒരു പ്രായവും അതനുസരിച്ചുള്ള കഥാപാത്രം നമുക്കൊരു ചെയ്യണം. ഇനി കുറെ നല്ലൊരു വേറെ എല്ലാം ചെയ്യുന്ന നല്ല നമുക്ക് വേറൊരു കഥാപാത്രം വേറെ റൂട്ടൊന്ന് പിടിക്കണം, അങ്ങനെ എന്തെങ്കിലും നോക്കിയിട്ടുണ്ടോ? കർണൻ ഒന്നുമല്ല, ഞാനിപ്പോ ഈ പറഞ്ഞ പെട്ടെന്ന് അങ്ങോട്ട് നോക്കി. അല്ല, അങ്ങനെയല്ലേ. നമുക്ക് നല്ല നല്ല ക്യാരക്ടേഴ്സ് ചെയ്യണം എന്നാണ്. നല്ല നല്ല ക്യാരക്ടേഴ്സ് ഇൻ ഡിഫറെന്റ് സിനിമകൾ. ഇപ്പോൾ ഈ സിനിമ ശരിക്കും നമ്മൾ ഇതുവരെ കാണാത്ത ടൈപ്പ് ഒരു സിനിമയാണ്. ഇതിനിപ്പോൾ ഇപ്പോൾ ഇറങ്ങിയപ്പോൾ മഞ്ഞുമൽ ബോയ്സ് അങ്ങനത്തെ ഒരു സർവൈവൽ ത്രില്ലർ നമുക്ക് കാണാത്തൊരു ജോണുള്ള പരിപാടിയാണ്. അപ്പോൾ പറയാം, ഒരാളുടെ സർവൈവലാണല്ലോ. അപ്പോൾ അങ്ങനെ പല 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 രീതിയിലുള്ള പടങ്ങൾ ചെയ്യണം, പല പല രീതിയിലുള്ള ക്യാരക്ടേഴ്സ് ചെയ്യണം എന്നാണ്. പിന്നെ എല്ലാം തേടി വരുന്നതാണുള്ളത്. എല്ലാം കൃത്യം സമയത്ത് വരുമ്പോഴാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ അങ്ങനത്തെ ക്യാരക്ടേഴ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. ബാലു ഏതെങ്കിലും സിനിമ സെലക്ട് ചെയ്തിട്ട് എനിക്ക് ആ കഥ ഇഷ്ടപ്പെട്ടില്ല, എനിക്ക് ആ ക്യാരക്ടർ പറ്റിയതല്ല എന്ന് തോന്നി, അങ്ങനെ ക്യാൻസൽ ചെയ്ത സിനിമകൾ കാണാം, തീർച്ചയായിട്ടും ഉണ്ടാവും, എല്ലാവർക്കും ഉണ്ടാവും. പിന്നീട് ആ സിനിമയുടെ ഒരു വിജയമോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാകുമ്പോൾ അതിലൊരു വിഷമം തോന്നാറുണ്ടോ? അല്ല, അതൊരിക്കലും ഇല്ല. ഇപ്പം ചിലപ്പോൾ സിമിലർ ടൈപ്പ് ഓഫ് ക്യാരക്ടേഴ്സ് ആണ് ഞാൻ അങ്ങനെ വിട്ടേക്കുന്ന പരിപാടി. ഇപ്പോൾ എനിക്ക് ഹണീബിയാണ് എനിക്ക് കിട്ടിയിരിക്കുന്ന ഒരു ആദ്യത്തെ ഒരു ബ്രേക്ക് എന്ന് പറയുമ്പോൾ. അതിനു മുമ്പ് സിനിമകൾ ചെയ്തിട്ടുണ്ടെങ്കിലും ഹണീബി ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഈ പയ്യനായിരുന്നല്ലേ അത് ചെയ്തിരുന്നെന്നൊക്കെ പറഞ്ഞാൽ പിന്നീട് പറയാറുണ്ടായത്.
അപ്പോൾ ഹണിബി ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒരുപാട് ക്യാരക്ടേഴ്സ് എനിക്ക് അങ്ങനെ ഇപ്പോൾ ഒരു കൊച്ചിക്കാരൻ പയ്യൻ, ഒരു അടിച്ചുപൊളി കൊച്ചിക്കാരൻ പയ്യൻ എന്ന് പറഞ്ഞ നേരെ വരുന്ന പരിപാടിയായിരുന്നു എനിക്ക്. അപ്പോൾ അങ്ങനത്തെ ഒരുപാട് ക്യാരക്ടേഴ്സ് പിന്നെ ബാക്ക് ടു ബാക്ക് ഇങ്ങനെ ഒരു പോയിന്റ്. ഇപ്പം ആദ്യം എനിക്കത് ചെയ്തുകൊണ്ട് എനിക്ക് വലിയ മടിയുണ്ടായില്ല. കാര്യം ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എന്നെ മാക്സിമം ആൾക്കാർ അറിയണം, ഇങ്ങനത്തെ ഒരു ആക്ടർ ഇവിടെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് അറിയണം. അതായിരുന്നു എൻ്റെ ഒരു എയിം. അപ്പോൾ ആ സമയത്ത് ഞാൻ അങ്ങനത്തെ ഒക്കെ ചെയ്യുമായിരുന്നു. പക്ഷേ അത് കഴിഞ്ഞൊരു പോയിന്റ് കഴിഞ്ഞപ്പോഴത്തേക്കും അങ്ങനത്തെ ക്യാരക്ടേഴ്സിൽ നിന്നൊരു ബ്രേക്ക് എടുത്ത് വേറെ രീതിയിലുള്ള പരിപാടികൾ ചെയ്യാൻ വേണ്ടിയായിരുന്നു നോക്കിക്കൊണ്ടിരുന്നത്. വെച്ചാൽ ഇനിയും നമ്മൾ പല പല രീതിയിലുള്ള പരിപാടി ചെയ്യാൻ നോക്കുക. തീർച്ചയായിട്ടും അങ്ങനെ ഒരു മാറ്റം വേണം, നമുക്ക് ക്യാരക്ടർ മാറ്റം വേണം, അത് തീർച്ചയായിട്ടും. ഇപ്പം ഷിജു ആണെങ്കിൽ ചെയ്തത് ഇപ്പം മാറ്റങ്ങളോടുകൂടി സിനിമകൾ ചെയ്ത് ഒരാളുടെ ജീവിതം തന്നെ പകർന്നാടിയ ഒരു വ്യക്തിയാണ്. മാറ്റങ്ങൾ വേണം എന്നുള്ള മാറ്റം നമുക്ക് എപ്പോഴും വേണം. മാറ്റങ്ങളുണ്ടെങ്കിൽ നമ്മൾ ഒരേ ക്യാരക്ടറായിട്ട് പോകരുതല്ലോ. അതുണ്ടാകുന്നുണ്ട് ബാലുവിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്.